ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമ്മൾ 100 ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ആ വീഡിയോസ് ഒന്ന് കാണുക. ഞാൻ ഈ വീഡിയോസിൻ്റെ കൂടെ അതൊന്ന് ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാനാണ് സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ സർദാർ സരോവർ പദ്ധതി എന്താണെന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നോക്കിയേ, നർമ്മദ നദിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് അണക്കെട്ടും അതുപോലെ തന്നെ അതായത് ജലവൈദ്യുതിക്ക് വേണ്ടിയിട്ട് ജലവൈദ്യുത പദ്ധതിയും ജലസേചന പദ്ധതിയും കൂടിയാണ് ഈ പറയുന്ന സർദാർ സരോവർ പദ്ധതി എന്ന് പറയുന്നത്. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ പദ്ധതി കാണപ്പെടുന്നത്. അപ്പോൾ 1979 സ്ഥാപിതമായ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന സർദാർ സരോവർ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന വൈദ്യുത പദ്ധതികളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചനത്തിനായിട്ടും അതുപോലെ തന്നെ വൈദ്യുതിക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു വൈദ്യുത പദ്ധതി കൂടിയാണ് സർദാർ സരോവർ പദ്ധതി. അത് നർമ്മദ നദിയിലാണ്. ഇനി അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഗുണം കിട്ടുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ്. അതായത് ഈ 4 സംസ്ഥാനങ്ങളിലും ഇപ്പം ജലസേചനം എന്നുള്ള രീതിയിലും കുടിവെള്ളം ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ ജലവൈദ്യുത ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഈ പദ്ധതിയുടെ പ്രയോജനം അതായത് ഈ പദ്ധതി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ പ്രദേശങ്ങളാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സൂചനകൾ ഏതൊക്കെയാ? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ തൊഴിൽ രഹിതർക്ക് കിട്ടുന്ന പദ്ധതിയാണ്. സ്വയം തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ താഴെ 4 പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന കണ്ടീഷനുമായിട്ട് യോജിച്ചു പോകുന്ന പദ്ധതി ഏതാണ് എന്ന് കണ്ടെത്തി എഴുതണം. ഓക്കെ, അപ്പോൾ നോക്കി, അതിനകത്ത് ഈ പറയുന്ന നഗരങ്ങളിൽ തൊഴിൽ രഹിതർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. സ്വയം തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത് ഇത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഏതാ? സ്വർണ്ണ ജയന്തി ഹസാരി റോസ്ഗാർ യോജനയാണ്. അപ്പോൾ സ്വർണ്ണ ജയന്തി ഹസാരി റോസ്ഗാർ യോജനയാണ് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വർണ്ണ ജയന്തി ഹസാരി റോസ്ഗാർ യോജന എന്തിനു വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലായല്ലോ. തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കുന്ന, ഗ്രാമങ്ങളിലെ തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. അല്ലെങ്കിൽ അതിനകത്ത് അവരാണ് ഉപഭോക്താക്കളായിട്ടുള്ളത്. അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. സ്വയം തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, ചെറിയ ചെറിയ സ്വയം തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന സ്വർണ്ണ ജയന്തി ഹസാരി റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി 3 പദ്ധതികളുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതെന്താണ്, എന്തിനെ പറ്റിയിട്ടാണെന്നൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തത് കൊടുത്തിരിക്കുന്നത് അന്ത്യോദയ അന്ന യോജനയാണ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് അന്ത്യോദയ അന്ന യോജന. AAY എന്നാണ് പറയുന്നത്. അന്ത്യോദയയുടെ A, അതിൻ്റെ A, യോജനയുടെ Y. അപ്പോൾ AAY, അന്ത്യോദയ അന്ന യോജന. അപ്പോൾ ഇത് എന്താണ്? അന്ന യോജനയാണ് അല്ലേ. അപ്പോൾ അന്നം ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്, ആഹാരം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി ആയിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് BPL കാർഡായിട്ടുള്ളവർക്ക്, അതിൽ തന്നെ ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? റേഷൻ ധാന്യങ്ങൾ നൽകുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന അന്ത്യോദയ അന്ന യോജന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2000 ഡിസംബർ 25-നാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ പറയുന്ന അന്ത്യോദയ അന്ന യോജന പദ്ധതി എന്ത് ചെയ്തത്? ആരംഭിച്ചത്. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. 2000 ഡിസംബർ 25-ന് എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ റേഷൻ സാധനങ്ങൾ ലഭ്യമാക്കുന്ന, അല്ലെങ്കിൽ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന ഒരു രീതിയാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് മഞ്ഞ കാർഡുള്ള ഉടമകളായിട്ടുള്ളവർക്കാണ് ഈ പറയുന്ന പദ്ധതിയുടെ സബ്സിഡി ലഭ്യമാകുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. എന്തിനാ ഇതിൻ്റെ ലക്ഷ്യം? പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യുക. സാധാരണഗതിയിൽ അത്തരത്തിൽ പാവപ്പെട്ട കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനമില്ല, വേറൊരു മാർഗ്ഗങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ഈ ആഹാരം കൂടി നൽകിയില്ലെങ്കിൽ അവർ എന്തായി പോകും? പട്ടിണിയായി പോകും. ഈ ഭക്ഷ്യധാന്യങ്ങൾ നൽകാതിരിക്കുന്നതോടുകൂടി അവർ പട്ടിണിയായി പോകും. അപ്പോൾ ആ പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യുക, അതുപോലെ തന്നെ അതിദാരിദ്ര്യത്തിലേക്ക് പോകുന്നവരെ ഒന്ന് സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുക. ഇത്തരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന അന്ത്യോദയ അന്ന യോജന പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇനി അടുത്തൊരു പദ്ധതി ഏതാ? അന്നപൂർണ പദ്ധതിയാണ് അല്ലേ. അപ്പോൾ അടുത്തത് ഏതാണ്? അന്നപൂർണ പദ്ധതി. അപ്പോൾ അന്നപൂർണ പദ്ധതി എന്താണെന്ന് നോക്കാം. അപ്പോൾ അന്നപൂർണ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും എന്താണ്? ഒരു അന്നം പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയാണ്. നമ്മൾ വായിക്കുമ്പോഴേ നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും അന്നപൂർണ. അപ്പോൾ അതും അന്നം പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പോൾ അന്നപൂർണ പദ്ധതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ വാർദ്ധക്യ പെൻഷൻ ലഭിക്കാത്തവരുണ്ട്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യ പെൻഷൻ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അർഹതയുള്ളവർക്ക്. അപ്പോൾ ദേശീയ വാർദ്ധക്യ പെൻഷൻ ലഭിക്കാത്ത 65 വയസ്സിന് മുകളിലുള്ള നിർധരരായിട്ടുള്ള വയോജനങ്ങളുണ്ട് അല്ലെ, വൃദ്ധരായിട്ടുള്ളവരുണ്ട്. അവർക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഈ പറയുന്ന അന്നപൂർണ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പദ്ധതിയിലൂടെ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട അർഹരായിട്ടുള്ള വ്യക്തികൾക്ക് പ്രതിമാസം 10 കിലോ എന്ത് കിട്ടുന്നുണ്ട്? ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് മുഖേന എന്ത് ചെയ്യുന്നുണ്ട്? റേഷൻ കടകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അന്നപൂർണ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ വരുമാന മാർഗമില്ലാത്ത മുതിർന്ന പൗരന്മാർക്കും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് അന്നപൂർണ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നിലവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനാർത്ഥം തുടങ്ങിയ പദ്ധതികളാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി, അതുപോലെ തന്നെ അന്നപൂർണ പദ്ധതി, അതുപോലെ സ്വർണ്ണ ജയന്തി ഹസാരി റോസ്ഗാർ യോജന പദ്ധതി. അപ്പോൾ ഈ 3 പദ്ധതികളെ പറ്റി നോക്കി. ഇനി അടുത്തൊരു പദ്ധതി കൂടി ഓപ്ഷനിലുണ്ട്. ഏതാണ്? ഗ്രാമസമൃദ്ധി പദ്ധതി അല്ലേ. അപ്പോൾ എന്താണ് ഗ്രാമസമൃദ്ധി പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലകളിലെ കാർഷികേതര നൈപുണ്യ മേഖലകളിലെ വികസനത്തിലൂടെ ഉപജീവന മാർഗങ്ങൾ മെച്ചപ്പെടുത്തി വരുമാനം മെച്ചപ്പെടുത്തി ഗ്രാമമേഖലയിലെ വികാസം ലക്ഷ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് ഗ്രാമസമൃദ്ധി പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ഗ്രാമങ്ങൾ സമൃദ്ധമായി മാറുക. അപ്പോൾ ഗ്രാമങ്ങൾ സമൃദ്ധമാകണമെങ്കിൽ അവിടെയുള്ളവരുടെ വരുമാനം മെച്ചപ്പെടണം. അങ്ങനെ വരുമാനം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമങ്ങളിലുള്ളവർ സാധാരണ ചെയ്യുന്നത് കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ കൃഷി, കാർഷികേതര പദ്ധതികൾ മെച്ചപ്പെടുക, അതുപോലെ തന്നെ നൈപുണ്യ വികസനത്തിൻ്റെ വികാസം എന്നിവയിലൂടെ നല്ല ഉപജീവന മാർഗം കണ്ടെത്തി മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്തുന്നതിലൂടെ ഓരോ കുടുംബം വികസിക്കുന്നു, ഗ്രാമങ്ങളിലെ ഓരോ കുടുംബം വികസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഗ്രാമത്തിൻ്റെ മൊത്തത്തിലുള്ള വികാസം കൂടി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഈ പറയുന്ന ഗ്രാമസമൃദ്ധി പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളാണ് നമ്മൾ 4 ഓപ്ഷനും പഠിച്ചപ്പം മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്? അത് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താം. ഓപ്ഷൻ ബി ആണ് 10ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. അപ്പം ഞാൻ പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ഓപ്ഷനും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ആൻസർ 10ാം പഞ്ചവത്സര പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചതെന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനകത്ത് ഓരോ പഞ്ചവത്സര പദ്ധതിയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ക്ലാസ് എന്ത് ചെയ്യാം, കണ്ടു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യം അല്ലാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കുക എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നോക്കിയേ, വ്യവസായ സേവന മേഖലകളിൽ പങ്കാളിത്തം കുറയ്ക്കുക, അത് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണല്ലോ. ആണ്. അടുത്തത് നോക്കി, അപ്പോൾ ഒന്നല്ല എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ എ, ബി, സി ഇതിൽ 3ലും ഒന്നുണ്ട് അല്ലേ. അപ്പോൾ ലക്ഷ്യമല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 നമുക്ക് അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, അതായത് ഓപ്ഷൻ 1 ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ 1 ശരിയല്ല, നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശരിയല്ല എന്ന് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഓപ്ഷനിലേക്ക് വരുമ്പോൾ എയും സിയും ബിയും എലിമിനേറ്റ് ആയി പോയി. പിന്നെ അവിടെ എന്തേ ഉള്ളൂ? ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഓപ്ഷൻ 1 വായിക്കുമ്പോഴേ നമുക്ക് കിട്ടി ഡി, ആൻസർ ഡി ആണ്, ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിൽ തെറ്റിപ്പോകാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നീതി ആയോഗാണ്. അപ്പോൾ നീതി ആയോഗാണ് നമ്മൾ സാധാരണഗതിയിൽ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം ഉറപ്പുവരുത്തണം എന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്.
ചിന്തിക്കുന്ന ഒരു കാര്യം. സർക്കാരല്ലേ നമ്മൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അപ്പോൾ സർക്കാർ പങ്കാളിത്തം കൂടുതൽ ഉറപ്പുവരുത്തേണ്ടതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ വരുവാണെങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ വസ്തുത തെറ്റാണ് അല്ലേ. ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ലാത്തതാണ് അല്ലേ, ലക്ഷ്യമല്ല. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല എന്നാണ് പെട്ടെന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡി ഓപ്ഷനിലേക്ക് എത്തത്തില്ല. എയിലോ സിയിലോ ബിയിലോ ഏതെങ്കിലുമാണ് ശരിയെന്ന് വിചാരിക്കും. അപ്പോൾ അത് തന്നെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ ബാക്കി അങ്ങോട്ട് വായിക്കുകയേ വേണ്ട. ഈ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും, ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ പഠിച്ചു വെക്കുകയാണ്. നീതി ആയോഗിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്യും. ഇപ്പം ജസ്റ്റ് ലക്ഷ്യങ്ങൾ മാത്രം ഒന്ന് പറയുകയാണ്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, അത് നീതി ആയോഗിന്റെ ഒന്നാമത്തെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ലക്ഷ്യമാണ് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. അതായത് മിശ്രമായിട്ട് ഉൽപാദനം നടക്കുക, അങ്ങനെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക, അതൊരു ലക്ഷ്യമാണ്. അടുത്തത് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ എന്ത് ചെയ്യുക? പ്രയോജനപ്പെടുത്തുക. അതായത് പ്രബലമായിട്ടുള്ള മധ്യവർഗത്തിന്റെ വികസനം ലക്ഷ്യം വെക്കുക. അതുപോലെ തന്നെ അടുത്തത് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കി മാറ്റുക. ഓക്കെ, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം കൂടി ഉറപ്പുവരുത്തുക. അടുത്തത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നഗരങ്ങളെ സുരക്ഷിതമായിട്ടുള്ള ഒരു ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നത് ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ആഗോള മാറ്റങ്ങളെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ എന്ത് ചെയ്യുക? പ്രാപ്തമാക്കി വെക്കുക. ഇതൊക്കെ ഈ പറയുന്ന നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യങ്ങളല്ലാതെ നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പം നോക്കി, അടുത്ത ഓപ്ഷനിൽ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിൽ എത്തിക്കുക, അത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണല്ലോ. അതുപോലെ പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, അത് നമ്മൾ ലക്ഷ്യമായിട്ട് പറഞ്ഞതാണ്. അടുത്തത് ആഗോള മാറ്റങ്ങളെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്ന് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ ബാക്കി 3 ഓപ്ഷനും ശരിയാണ്, ഒന്നും ശരിയാണ്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, അതും ശരിയാണ്. അപ്പോൾ 1, 2, 3, 4 ശരിയാണ്. അപ്പോൾ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവയൊന്നുമല്ല എന്നതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഏതാണെന്നാണ്. അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സുസ്ഥിര വികസനമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അതായത് ലാസ്റ്റ് പഞ്ചവത്സര പദ്ധതിയിലെ ലാസ്റ്റ് പദ്ധതിയായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നോക്കുന്നത്. അപ്പോൾ എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? നമ്മൾ ഇന്ന് ജീവിക്കുന്നു, അപ്പോൾ ഇന്നിൽ ജീവിച്ച് നമ്മൾ ഇന്നുള്ള വിഭവങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇന്നുള്ളതെല്ലാം നമ്മൾ ഇന്ന് ഉപയോഗിച്ച് തീർത്ത് കഴിഞ്ഞാൽ നാളേക്ക് വേണ്ടിയിട്ടൊന്നും കാണത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇന്നത്തേക്കുള്ളത് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നാളേക്ക് കൂടി അത് ഉപയോഗിച്ച് അതിൽ ഡെവലപ്മെൻറ്റ് കണ്ടെത്തുന്നതിനോടൊപ്പം നാളേക്ക് കൂടി നാളത്തെ തലമുറയ്ക്ക് കൂടി അത് മാറ്റിവെക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് ആയിരിക്കണം നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനം എന്ന് അറിയപ്പെടുന്നത്. ഇനി 12ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല, ഓൾറെഡി മുന്നത്തെ ക്ലാസ് കണ്ടു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ. കർണാടക ആണ് ഈ പറയുന്ന കോളാർ സ്വർണ്ണക്കണികൾ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണക്കണികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. അപ്പോൾ 17 സി ആണ്. അതിൽ പിന്നെ ഓപ്ഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആഗോളവൽക്കരണം ഒരു നയമല്ല ഒരു പ്രതിഭാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആഗോളവൽക്കരണം ഒരു നയമല്ല, അത് മറിച്ചൊരു പ്രതിഭാസമാണ് എന്ന് അവകാശപ്പെട്ടത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താം. അമർത്യാസെൻ ആണ് അത്തരത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ അമർത്യാസെന്നിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അമർത്യാസെൻ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസെൻ. ഈ അമർത്യാസെൻ കുറച്ചുകൂടി ഫേമസ് ആയത് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതായത് നൊബേൽ സമ്മാന ജേതാവ് എന്ന നിലയിൽ കുറച്ചുകൂടി ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനാണ് അമർത്യാസെൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഒരു വ്യക്തിയാണ്, ഒരു ഇന്ത്യക്കാരനാണ് ഈ പറയുന്ന അമർത്യാസെൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വച്ചിരിക്കുക. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലേസസ്
ലെയ്സസ്-ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? അപ്പോൾ ലെയ്സസ്-ഫെയർ തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആദം സ്മിത്ത് ആണ് ലെയ്സസ്-ഫെയർ തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 19B ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന ലെയ്സസ്-ഫെയറിനെ പറ്റിയിട്ടും ആദം സ്മിത്തിനെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് എക്കണോമിക്സിൽ ഒന്ന് ഓടിച്ചു നോക്കാം. എക്കണോമിക്സ് ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ആദം സ്മിത്തിനെ പറ്റിയിട്ടും ലെയ്സസ്-ഫെയർ തിയറിയെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ആദം സ്മിത്ത് എന്ന് പറയുന്നത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. ഒരു സ്കോട്ട്ലൻഡുകാരനാണ്. അദ്ദേഹത്തെയാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രം, അതായത് എക്കണോമിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ അദ്ദേഹം ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ് ഈ പറയുന്ന ലെയ്സസ്-ഫെയർ സിദ്ധാന്തം എന്ന് പറയുന്നത്. ലെയ്സസ്-ഫെയർ എന്ന് പറയുന്നത് ഒരു വാക്ക്, ആ ഫ്രഞ്ച് വേർഡാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അലോ ടു ഡു എന്നുള്ളതാണ് ഫ്രഞ്ച് വേർഡിന് അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ലെയ്സസ്-ഫെയർ സിദ്ധാന്തം പറയുന്നത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ ഇടപെടൽ നാമമാത്രമായിരിക്കണം എന്ന് സമർത്ഥിക്കുന്ന ഒരു തിയറിയാണ് ലെയ്സസ്-ഫെയർ തിയറി. അപ്പോൾ ആദം സ്മിത്തിൻ്റെ ലെയ്സസ്-ഫെയർ തിയറിയിലൂടെ പറയുന്നത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ നാമമാത്രമായിരിക്കണം, വളരെ കുറച്ച് മാത്രമേ ആകാവൂ എന്ന് സമർത്ഥിക്കുന്ന ഒരു തിയറിയാണ് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അതുപോലെ തന്നെ ആദം സ്മിത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്സുകളാണ് വെൽത്ത് ഓഫ് നേഷൻ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വെൽത്ത് ഓഫ് നേഷൻ. അത് ആദം സ്മിത്തിൻ്റെ ഒരു ബുക്കാണ്. അതുപോലെ തന്നെ ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ എന്ന് പറയുന്നത്, അതിൻ്റെ യഥാർത്ഥം പൂർണ്ണമായിട്ടും പറഞ്ഞാൽ ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം. അതായത് ചിലപ്പം ഇങ്ങനെ മാത്രമാണ് എപ്പോഴും ചോദിച്ചിട്ടുള്ളത്. വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആര് എന്നുള്ളത്, അതാരാണ്? ആദം സ്മിത്താണ്. അപ്പോൾ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആദം സ്മിത്താണ്. പക്ഷേ ആ പുസ്തകത്തിൻ്റെ മൊത്തത്തിൽ പേര് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നതാണ് ആ പുസ്തകത്തിൻ്റെ മൊത്തത്തിലെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആദം സ്മിത്തിൻ്റെ ബുക്കുകളാണ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്താണ്. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചതും ഈ പറയുന്ന ആദം സ്മിത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഈ പറഞ്ഞ ആദം സ്മിത്ത് എന്ന് പറയുന്നത്. അടുത്തത് ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിയമ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത്, ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയി ആണ്. 1934 ശരിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഭരണഘടന എന്ന് പറയുന്നത് ആശയം മുന്നോട്ട് വെച്ചത് MN റോയി ആണ്. 1934 ഒരു കോൺഫറൻസിൽ വെച്ചാണ് അദ്ദേഹം ആ ആശയം മുന്നോട്ട് വെച്ചത്. അടുത്തത്, ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 അതും ശരിയാണ് അല്ലേ? ഓപ്ഷൻ 2 ശരിയാണ്. അതായത് 1946 ഡിസംബർ 6 ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപപ്പെടുന്നത്. അതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 അപ്പോൾ അതും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ഓക്കെ ആണോ? ഓപ്ഷൻ നോക്കിയാൽ എല്ലാ ഓപ്ഷനും 1, 2 ശരിയുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി 3ലേക്ക് വന്നു കഴിഞ്ഞാൽ ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26 ശരിയാണ്. 1949 നവംബർ 26 ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം നൽകിയത്. ഓക്കെ ആണോ? ഭരണഘടനാ ദിനമായിട്ടൊക്കെ ആഘോഷിക്കുന്നത് നവംബർ 26 നമ്മൾ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 അപ്പോൾ ഇത് കറക്റ്റാണ്. 3ഉം കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ സിയും ഡിയും മാത്രമേ ഉള്ളൂ. ഇനി അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് അടുത്തത് കൂടി വായിച്ചു നോക്കിയിട്ടാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ നോക്കിയേ, സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും. സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ 1946 ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഈ പറയുന്ന ഒരു അധ്യക്ഷൻ ഒന്നുമില്ല, അതായത് ഒരു പ്രസിഡന്റ് ഒന്നുമില്ല. അപ്പോൾ ഇവർ ചെയ്തു, ഒരു താൽക്കാലിക പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരുന്നു. അതായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രസിഡന്റായിട്ട് സച്ചിദാനന്ദ സിൻഹയെ നിയമിച്ചിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ പ്രസിഡന്റ് അല്ലേ സച്ചിദാനന്ദ സിൻഹ, പക്ഷേ അദ്ദേഹം ഒരു സ്ഥിരം പ്രസിഡന്റ് ആയിരുന്നില്ല, ഒരു താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്നു. പിന്നീടാണ് സ്ഥിരം പ്രസിഡന്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിച്ചത്. അപ്പോൾ നമ്മൾ PSC ഓപ്ഷൻ നോക്കുമ്പോൾ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല ആദ്യത്തെ സ്ഥിരം പ്രസിഡന്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാണ് അല്ലേ? സഭയുടെ ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ സ്ഥിരം പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുകയാണെങ്കിൽ അത് കറക്റ്റ് ആണ് അല്ലേ? 1946 ഡിസംബർ 11 അദ്ദേഹത്തെ സ്ഥിരം അധ്യക്ഷനായിട്ട്
തിരഞ്ഞെടുത്തത്. അങ്ങനെ പറയുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നേനെ, കൂടുതൽ കറക്റ്റ് ആയിരുന്നേനെ. പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരുത്തണം. ഒരു ചെറിയൊരു കൺഫ്യൂഷനിൽ മാറ്റിവെക്കാം. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, സഭയുടെ ആദ്യമായിട്ട് സ്ഥിരമല്ലാത്ത ഒരു താൽക്കാലിക പ്രസിഡന്റ് കൂടി അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അത് സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ അവിടെയും നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്ന് മാറ്റി വെച്ച് ചിന്തിക്കണം. അതായത് ഇത് രണ്ടും ഇങ്ങനെ ഒരു ഫാക്ടർ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇത് കറക്റ്റ് ഐഡിയ പറയാത്തത് കൊണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ 1, 2, 3 ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് PSC ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ, വരും ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്ത് 100 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാം, ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്